ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറി തൈ നടാം. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുളക്, പിന്നെ കുറച്ച് നാടൻ വെണ്ട, പിന്നെ വഴുതന, ചീര ഒക്കെ പാകിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വെണ്ടത്തൈ മുളച്ചു, കുറച്ചല്ല ഒരു 5-6 വെണ്ടത്തൈ മുളച്ചു. പിന്നെ കുറച്ച് വഴുതന, കുറച്ച് ചീര മുളച്ചു, പിന്നെ 2 കാന്താരി മുളച്ച് നിൽപ്പുണ്ട്. ഞാൻ തക്കാളി പാവി, പക്ഷെ തക്കാളി മുളച്ചില്ല. പിന്നെ എനിക്ക് പയറിൻ്റെ വിത്ത് എങ്ങൊന്നും കിട്ടിയുമില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് തക്കാളിയും പയറും വാങ്ങാമെന്ന്. പയർ കിട്ടിയില്ല, അതിന് പകരം ഞാൻ കുറച്ച് ഹൈബ്രിഡ് വെണ്ട വാങ്ങി. അങ്ങനെ തക്കാളിയും ഹൈബ്രിഡ് വെണ്ടയും നടാനായിട്ട് ആദ്യം മണ്ണ് കൊത്തി ഇളക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് നനച്ചു കൊടുത്തു. അതിന് വരണ്ടിയും കൊണ്ടൊന്ന് വരണ്ടി മണ്ണ് മാന്തി കുഴിയെടുക്കാൻ എളുപ്പത്തിന്. എന്നിട്ട് കുഴിയെടുത്തിട്ട് ഓരോ തൈകൾ വീതം നട്ടു. ഞാൻ ഒത്തിരി അകത്തിയല്ല നട്ടേക്കുന്നത്, കാരണം നമുക്കിവിടെ ഒത്തിരി സ്ഥലമില്ല മാറ്റി മാറ്റി നടാനായിട്ട്. പിന്നെ ഇവിടുത്തെ മണ്ണ് പശമണ്ണായതുകൊണ്ട് നേരെ മണ്ണിലോട്ട് നടാനും പറ്റില്ല. നമ്മൾ ഇതുപോലെ മണ്ണ് പ്രത്യേകം ഒരുക്കിയിട്ടിട്ടേ നടാൻ പറ്റൂ. അങ്ങനെ അതൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നനച്ചു കൊടുത്തു. കുറേ ഒന്നും നട്ടില്ല കേട്ടോ, ആകെ തക്കാളിയും വെണ്ടയും മാത്രമേ ഇന്ന് നട്ടോളൂ. പിന്നെ ബാക്കി ഒരു 3-4 തൈ എടുത്തു വെച്ചു. ഇത് മറ്റേ 3 രൂപയുടെ തൈ വാങ്ങാൻ കിട്ടില്ലേ, അങ്ങനെ വാങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നനച്ചിട്ട് ഞാൻ കുറച്ച് കരിയില എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഓരോ തൈയുടെ എവിടെയും പൊത്തി വെച്ചു, കാരണം ഇപ്പോൾ നല്ല വെയിലല്ലേ. ഇന്ന് വൈകിട്ട് നട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എങ്ങനെ കരിഞ്ഞു പോയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ പൊത്തി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും, കുറച്ച് നാൾ പറയുമ്പോൾ മാസങ്ങൾ കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് പച്ചക്കറിയൊക്കെ തിന്നാമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ. ബായ്.